ഹായ്, ഞാൻ അഡ്വക്കേറ്റ് മുനീർ. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് മന്ത്രി സജി ചെറിയാൻ്റെ മലപ്പുറത്തെക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനവും തുടർന്നുള്ള വിവാദങ്ങളെയും കുറിച്ചാണ്. ഇടതുപക്ഷ ഗവൺമെൻറ് 10 വർഷത്തോളം ഭരിക്കുകയും തുടർന്ന് മൂന്നാം ഭരണവും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന് കിട്ടിയ അടിയായിരുന്നു ഈ പഞ്ചായത്ത് ഇലക്ഷനിലെ കേരളം ഒന്നാകെയുള്ള തിരിച്ചടി. ആയതിനെ തുടർന്ന് ഒരു ബഹുസ്വര സമൂഹത്തെ കൂടെ നിർത്തുക എന്നുള്ള ത്വരയിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ട് അവരുടെ ഭാഗത്തോളം നിന്നുകൊണ്ട് അവർക്ക് അനുകൂലമായി ഒളിഞ്ഞും തെളിഞ്ഞും കുത്തുവാക്കുകൾ പറയുന്ന ഒരു സിറ്റുവേഷനും ന്യൂനപക്ഷങ്ങൾക്കെതിരെ വർഗീയ ചുവയോടെ സംസാരിക്കലും ഇടതുപക്ഷ നേതാക്കൾക്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മുൻപ് VS അച്യുതാനന്ദൻ മലപ്പുറത്തെക്കുറിച്ചും അവിടുത്തെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും പറഞ്ഞ് പ്രത്യേകം എടുത്തു പറഞ്ഞ് മുസ്ലിം വിഭാഗത്തെ ഇകഴ്ത്തുന്ന ഒരു കാഴ്ച നാം കണ്ടതാണ്. തുടർന്ന് അങ്ങോളം ഇങ്ങോളം പല ഘട്ടങ്ങളിലായി പലരും ഈ കാര്യം എടുത്തിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം? ഇവിടെ ഒരു വർഗീയ ധ്രുവീകരണം വരികയും ഹിന്ദു ഭൂരിപക്ഷം ഇടതുപക്ഷത്തോട് ചായുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഭരണനേട്ടം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഭരണത്തിൽ മൂന്നാമതും തിരികെ വരാം എന്നുള്ള ചിന്ത ഇടതുപക്ഷത്തെ മതിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ വർഗീയ ചുവയുള്ള പ്രചാരണങ്ങൾ പല ഘട്ടങ്ങളിലും അവതരിപ്പിച്ചിട്ടും അദ്ദേഹത്തെ ചുമലിലേറ്റിക്കൊണ്ട് സ്വന്തം കാറിൽ തന്നെ കയറ്റിക്കൊണ്ട് പിണറായി വിജയൻ ഈ വിഷയങ്ങൾക്ക് ആദ്യം ചുക്കാൻ പിടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. തുടർന്ന് ഇങ്ങോട്ട് പല ഘട്ടങ്ങളിലായി ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തെ ഇകഴ്ത്തിക്കൊണ്ടുള്ള പല സംസാരങ്ങളും പല കോണുകളിൽ നിന്നും വന്നിട്ടും അതിനെ പാർട്ടി തലത്തിൽ എതിർക്കാനോ മറ്റുള്ളതിനോ ഇന്ന് വരെ ഇടതുപക്ഷം പൂർണ്ണമായി തയ്യാറായിട്ടില്ല. അതിനിടയിലാണ് മന്ത്രി സജി ചെറിയാൻ്റെ വിവാദ പ്രസ്താവന. മലപ്പുറം ജില്ലയിലെ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ പേരുകൾ കണ്ടാൽ മനസ്സിലാവും, പരിശോധിച്ചാൽ മനസ്സിലാവും മലപ്പുറം ജില്ലയിൽ എന്താണ് നടക്കുന്നത് എന്ന്. ആ ഒരു സാഹചര്യം സമൂഹത്തിൽ ഇത്ര ഒരു ധ്രുവീകരണം വരുത്താനുള്ള വജ്രായുധമായിട്ട് ആണ് കൊള്ളുക എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം ഭരണഘടന സ്വീകരിച്ചുകൊണ്ട് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു മന്ത്രി അംഗം എന്ന നിലയിൽ ഇതൊരു ഭരണഘടനാ ലംഘനം തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. മുൻപ് ഇദ്ദേഹം ഭരണഘടന എന്നത് കുന്തവും കുടച്ചക്രവും ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിസ്ഥാനം തന്നെ തെറിച്ചിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം. ഇങ്ങനെയുള്ള അപക്വമായ രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക വ്യവസ്ഥയെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ മതേതരത്തെ കാർന്നു നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ വഴി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താം എന്നുള്ള കുടില ചിന്തകൾ ഇടതുപക്ഷത്തെ മലീമസമാക്കിയിരിക്കുകയാണ്. ഇടതുപക്ഷം ആകെ വിഭ്രാന്തി പൂണ്ടുകൊണ്ടിരിക്കുകയാണ്. ആയിഷ പോറ്റി കോൺഗ്രസിലേക്ക് വരികയും S രാജേന്ദ്രൻ BJPയിലേക്ക് പോവുകയും അങ്ങനെ പലരും കൂടുവിട്ട് കളം മാറിക്കൊണ്ടിരിക്കുന്ന ഇത്തരുണത്തിൽ വെള്ളാപ്പള്ളി നടേശനെയും NSSനെയും കൂട്ടുപിടിച്ച് ഒരു ഹിന്ദു ക്രോഡീകരണം വരുത്തുക എന്നുള്ള ചിന്തയിൽ ഉള്ള കാര്യങ്ങളാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. നിയമസഭാ ഇലക്ഷൻ അടുത്തു വരുന്നതിനനുസരിച്ച് ഇനി പല കുതന്ത്രങ്ങളും തന്ത്രങ്ങളും എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഇന്നത്തേക്ക് ഞാൻ വിട ചൊല്ലുകയാണ്. വീണ്ടും കാണാം. ജയ് ഹിന്ദ്. നമസ്കാരം.